അടുത്ത പാഠം കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് എക്സ് ആൻഡ് വൈ ആക്സിസുകൾ വരച്ച് അതിൽ പോയിന്റ്സ് മാർക്ക് ചെയ്യണം. നമുക്ക് കോർഡിനേറ്റ്സുകൾ തന്നിട്ടുണ്ടാവും അഥവാ സൂചക സംഖ്യകൾ തന്നിട്ടുണ്ടാവും. അതിനനുസരിച്ച് നമുക്ക് പോയിന്റ്സുകൾ മാർക്ക് ചെയ്യണം. എങ്ങനെയാണ് മാർക്ക് ചെയ്യുക? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് 1, 2 മാർക്ക് ചെയ്യാൻ തന്നിട്ടുള്ളത്. ഈ 1 ഫസ്റ്റ് എഴുതിയിട്ടുള്ള നമ്പർ എക്സ് ആക്സിസിലെ നമ്പറും അതുപോലെ രണ്ടാമത് എഴുതിയിട്ടുള്ള നമ്പർ വൈ ആക്സിസിലെ നമ്പറുമായിരിക്കും. അപ്പോൾ എക്സ് ആക്സിസിൽ 1ഉം വൈ ആക്സിസിലെ 2ഉം മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? ഇത്. അപ്പോൾ ഇതാണ് 1, 2 എന്ന കോർഡിനേറ്റ് ഉള്ള പോയിന്റ്. ഇങ്ങനെയാണ് കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എഴുതുന്നത്. ഇനി ഈ രണ്ട് സൂചക സംഖ്യകൾ അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ട് അവയുടെ ഡിസ്റ്റൻസ് കാണാൻ പറയാറുണ്ട്. അത് കാണാനുള്ള ഇക്വേഷൻ ആണ് നമ്മുടെ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. d = √(x2 - x1) ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. കോർഡിനേറ്റ്സ് എന്ന പാഠഭാഗത്തിൽ ഈ ഒരു കാര്യം മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി നമുക്ക് കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എന്ന പാഠഭാഗത്തിൽ നിന്ന് വളരെ കോമൺ ആയി വരുന്ന കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, വിച്ച് among the following is a point on the x axis? ഇവിടെ നമുക്ക് 4 പോയിന്റ്സുകൾ അഥവാ 4 കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് പോയിന്റ് ആണ് എക്സ് ആക്സിസിൽ അഥവാ എക്സ് അക്ഷത്തിൽ ഉള്ളത് എന്നാണ് ചോദ്യം. അതിൽ ആദ്യത്തെ കോർഡിനേറ്റ് ഏതാണ്? 2, 0. അതായത് എക്സ് ആക്സിസിൽ 2ലും വൈ ആക്സിസിൽ 0നും സമാനമായ പോയിന്റ് ഏതാണ്? ഇവിടെ വരും. ഓക്കെ. ഇനി രണ്ടാമതായി പറഞ്ഞിട്ടുള്ളത് ഏതാണ്? 0, 2. അതായത് വൈ ആക്സിസിൽ 0ലും എക്സ് ആക്സിസിൽ 0ലും വൈ ആക്സിസിൽ 2ലും എവിടെയാണിത്? ഇവിടെ ആയിട്ടാണ് ആ പോയിന്റ് വരിക. ഇനി മൂന്നാമതായിട്ട് 1, 1. എക്സ് ആക്സിസിൽ 1ലും വൈ ആക്സിസിൽ 1ലും, അതായത് ഇവിടെ ആയിട്ടാണ് ആ പോയിന്റ് വരിക. ഇനി 3, 4. എക്സ് ആക്സിസിൽ 3ലും വൈ ആക്സിസിൽ 4ലും ആയിട്ടുള്ള 4ലും ഇത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതായിരിക്കും? ഇവിടെയാണ്. ഇനി ഈ 4 പോയിന്റ്സിൽ എക്സ് ആക്സിസിൽ അഥവാ ഈ എക്സ് അക്ഷത്തിൽ ഉള്ള പോയിന്റ് ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? 2, 0 ആണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? എക്സ് ആക്സിസിലാണ് ഒരു പോയിന്റ് വന്നിരിക്കുന്നത് എങ്കിൽ അതിന്റെ കോർഡിനേറ്റ് വരുന്നത് എക്സ് കോർഡിനേറ്റിൽ ഒരു നമ്പറും വൈ കോർഡിനേറ്റ് 0ഉമായിരിക്കും. ഇനി വൈ ആക്സിസിൽ ആണ് ഒരു പോയിന്റ് വന്നിട്ടുള്ളത് എങ്കിൽ അതിന്റെ കോർഡിനേറ്റ് എങ്ങനെയായിരിക്കും? എക്സ് കോർഡിനേറ്റ് അത് 0ഉം വൈ കോർഡിനേറ്റ് ഒരു നമ്പറുമായിരിക്കും. ഓക്കെ, ഇത് എക്സ് ആക്സിസിൽ വരുന്ന കോർഡിനേറ്റ്സ് ആണ്. ഇനി ഇതോ വൈ ആക്സിസിൽ വരുന്ന കോർഡിനേറ്റ്സ് ആണ്. അപ്പോൾ ഏതാണ് ഉത്തരം? 2, 0. Draw x and y axis and mark the points a -1, 2 and b 6, 3. x and y axis വരച്ച് 2 പോയിന്റ്സുകൾ മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ആദ്യത്തെ പോയിന്റ് ഏതാണ്? -1, 2. ഇതിന്റെ അർത്ഥം എന്താണ്? എക്സ് ആക്സിസിൽ -1. ഇതാണ് എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ -1 എവിടെയാണ്? ഇവിടെയാണ്. ഇനി വൈ ആക്സിസിൽ 2ഉം. ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? ഇതാണ് എ. ഇനി രണ്ടാമത്തത് B6, 3. അതായത് എക്സ് ആക്സിസിൽ 6ലും അതുപോലെ വൈ ആക്സിസിൽ 3യും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? ഇതാണ്. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് മാർക്ക് ചെയ്യുക. ഇനി ചില സമയങ്ങളിൽ നമ്മളോട് ചോദിക്കാറുണ്ട് എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? d = √(x2 - x1) ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. ഇതില് നമുക്ക് -1ന് x1, 2y1, 6x2, 3y2. ഇനി ജസ്റ്റ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. x2 എന്താണ്? 6 ആണ്. 6 - x1 -1 ആണ്. അപ്പൊ 6 - -1 ഹോൾ സ്ക്വയർ പ്ലസ് ഇനി y2 എന്താണ്? 3 ആണ്. y1 എന്താണ്? 2 ആണ്. ഈക്വൽ ടു √6 - -1 എന്ത് വരും? 6 + 1 ഏതാ? 7 സ്ക്വയർ പ്ലസ് 3 - 2 1 സ്ക്വയർ ഈക്വൽ ടു √7ന്റെ സ്ക്വയർ എത്രയാ? 49. 1ന്റെ സ്ക്വയർ എത്രയാണ്? 1. 49 + 1 എത്രയാ? 50. അപ്പോൾ √50 യൂണിറ്റ് ആണ് എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് ഓൺ എക്സ് ആക്സിസ് വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് 4 യൂണിറ്റ്സ് ഫ്രം 3, 4. 3, 4 എന്ന ബിന്ദുവിൽ നിന്നുള്ള അകലം 4 ആയ എക്സ് അക്ഷത്തിലെ ബിന്ദു ഏതാണ്? നേരത്തെ ചോദ്യത്തിൽ നമുക്ക് 2 പോയിന്റ്സ് തന്ന് നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് 4 യൂണിറ്റ് ആണെന്നും ഒരു കോർഡിനേറ്റ് 3, 4 ആണെന്നും തന്നിട്ടുണ്ട്. ഇനി മറ്റേ കോർഡിനേറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്തെ പോയിന്റിൽ നമുക്കൊരു ക്ലൂ തന്നിട്ടുണ്ട്. എന്താണ്? ആ പോയിന്റ് എക്സ് ആക്സിസിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? D4 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ഒരു പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. x1, y1 നമുക്ക് തന്നിട്ടുണ്ട്. 3, 4. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? x2, y2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് തന്നിട്ടുള്ള ക്ലൂ
x2 y2 എന്ന പോയിന്റ് എക്സ് ആക്സിസിലാണ്. നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ പറഞ്ഞു എക്സ് ആക്സിസിൽ വരുന്ന ഒരു കോർഡിനേറ്റ് അഥവാ സൂചക സംഖ്യ എങ്ങനെയാണ് വരുന്നത്? അതിന്റെ എക്സ് കോർഡിനേറ്റ് ഒരു നമ്പറും വൈ കോർഡിനേറ്റ് 0 അപ്പൊ നമുക്ക് ഈ എക്സിന്റെ വാല്യൂ മാത്രമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമ്മുടെ ഇക്വേഷനിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് d ഈക്വൽ ടു √x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു √x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ x മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് ഇനി y2 മൈനസ് y1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 0 മൈനസ് 4 ഹോൾ സ്ക്വയർ. എത്രയാ ഉത്തരം? 4 യൂണിറ്റ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഈക്വൽ ടു x മൈനസ് 3 ഹോൾ സ്ക്വയർ അതുപോലെ എഴുതി പ്ലസ് 0 മൈനസ് 4 ഹോൾ സ്ക്വയർ. 0 മൈനസ് 4 എന്താണ്? -4. -4ന്റെ സ്ക്വയർ എത്രയായിരിക്കും? 16 ഈക്വൽ ടു 4. ഇനി ഈ റൂട്ട് നമുക്ക് ഈ സൈഡിലേക്ക് കൊണ്ടുവരാം. x മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 16 ഈക്വൽ ടു ഈ റൂട്ട് ഈ സൈഡിലേക്ക് പോന്നാൽ 4 സ്ക്വയർ. x മൈനസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 സ്ക്വയർ എന്ത് വരും? 16. ഈ പ്ലസ് 16 ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ -16. അപ്പൊ എന്ത് വരും? x മൈനസ് 3 ഹോൾ സ്ക്വയർ എന്നത് 0 ആയിരിക്കും. അപ്പോൾ x മൈനസ് 3 എന്നത് ഈ സ്ക്വയർ ഈ സൈഡിലേക്ക് വരുമ്പോൾ √0 തന്നെ. ദാറ്റ് ഈസ് x ഈക്വൽ ടു +3. അപ്പൊ നമുക്ക് ഇവിടെ x0 എത്ര കിട്ടി? 30. അപ്പൊ നമ്മുടെ പുതിയ കോർഡിനേറ്റ് ഏതാണ്? രണ്ടാമത്തെ കോർഡിനേറ്റ് 3, 0. നാലാമത്തെ ചോദ്യം, ഡ്രോ ദ കോർഡിനേറ്റ് ആക്സിസ് ആൻഡ് മാർക്ക് ദ പോയിന്റ്സ് A00, B44, C80 ആൻഡ് D4 -4. ഇത്രയും പോയിന്റ്സ് നമുക്ക് അടയാളപ്പെടുത്തണം. ABCD. ഓക്കെ, അപ്പൊ നമ്മൾ x ആക്സിസും y ആക്സിസും വരച്ചു. ഇവിടെ നമ്മൾ x ആക്സിസിൽ നമുക്ക് 6 വരെയുള്ളൂ, പക്ഷെ നമുക്ക് ഇവിടെ 8, 0 എന്നൊരു കോർഡിനേറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് ഒന്ന് നീട്ടി വരയ്ക്കണം. 7, 8 ഇവിടെയാണ് x ആക്സിസ് വരുന്നത്. ഇനി ആദ്യത്തെ പോയിന്റ് ഏതാണ്? A00. ഏതാണ്? x ആക്സിസും y ആക്സിസും 0 എവിടെയാണ്? ഈ സെന്റർ പോയിന്റ് ആണ്. അപ്പൊ ഇവിടെയാണ് A. ഇനി രണ്ടാമത്തത് B44, അതായത് x ആക്സിസും 4 ആണ്, y ആക്സിസും 4 ആണ്. അപ്പോൾ B ഏകദേശം ഇവിടെ ആയിട്ടാണ് വരുന്നത്. ഇനി C80, x ആക്സിസിൽ 8, y ആക്സിസിൽ 0. അപ്പോൾ എവിടെയാണ്? ഈ ഭാഗത്താണ് C. ഇനി D എന്ന് പറയുന്നത് 4, x ആക്സിസിൽ 4, y ആക്സിസിൽ -4. D. ഇനി ആദ്യത്തെ ചോദ്യം, റൈറ്റ് ദ സ്യൂട്ടബിൾ നെയിം ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ABCD. ഈ ABCD ഒരു ക്വാഡ്രിലാറ്ററൽ അഥവാ ഒരു ചതുർഭുജമാക്കണം. അതായത് എയിൽ നിന്ന് ബിയിലേക്കും, ബിയിൽ നിന്ന് സിയിലേക്കും, സിയിൽ നിന്ന് ഡിയിലേക്കും, ഡിയിൽ നിന്ന് എയിലേക്കും ഒരു സ്ട്രെയിറ്റ് ലൈൻസ് വരച്ച് ഇതൊരു ക്വാഡ്രിലാറ്ററൽ ആക്കണം ആദ്യം. ഇനി നമുക്ക് ക്വാഡ്രിലാറ്ററൽ ABCDക്ക് ഒരു സ്യൂട്ടബിൾ നെയിം ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് ABCD എന്നത് ഒരു സ്ക്വയർ ആണോ, റെക്ടാങ്കിൾ ആണോ, അഥവാ സമചതുരമാണോ, ചതുരമാണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ A മുതൽ B വരെ, B മുതൽ C വരെ, C മുതൽ D വരെ, അതുപോലെ D മുതൽ A വരെയുള്ള ഡിസ്റ്റൻസുകൾ, ഓരോ ലൈനിന്റെയും ഡിസ്റ്റൻസുകൾ കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് A മുതൽ B വരെയുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഏതൊക്കെയാണ് നമ്മുടെ കോർഡിനേറ്റ്സ്? A 0, 0 ആണ്, B 4, 4 ആണ്. അപ്പൊ D ഈക്വൽ ടു ഇത് x1, ഇത് y1, ഇത് x2, ഇത് y2. അപ്പൊ x2 മൈനസ് x1 ഹോൾ സ്ക്വയർ, 4 മൈനസ് 0 സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ, അതും 4 മൈനസ് 0 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 മൈനസ് 0 4 തന്നെയാണ്. 4ന്റെ സ്ക്വയർ എത്രയാണ്? 16. അതേപോലെ തന്നെ 4 മൈനസ് 0 4 ആണ്, 4ന്റെ സ്ക്വയർ 16. 16 പ്ലസ് 16 എത്ര വന്നു? √32. അപ്പോൾ A മുതൽ B വരെയുള്ള ഡിസ്റ്റൻസ് √32 യൂണിറ്റ് ആണ്. അടുത്തതായി B മുതൽ C വരെയുള്ള ഡിസ്റ്റൻസ് ഏതൊക്കെയാണ് കോർഡിനേറ്റ്സ്? 4, 4, 8, 0. നേരത്തെ പോലെ തന്നെ x1, y1, x2, y2 എന്ന് എഴുതി. D ഈക്വൽ ടു x2 മൈനസ് x1 ഹോൾ സ്ക്വയർ, അതായത് 8 മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ, 0 മൈനസ് 4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 8ൽ നിന്ന് 4 പോയാൽ എത്രയാണ്? 4 സ്ക്വയർ പ്ലസ് 0 മൈനസ് 4 തന്നെയാണ്. -4ന്റെ സ്ക്വയർ 16 ആണ്. വീണ്ടും 4ന്റെ സ്ക്വയർ 16 പ്ലസ് 16 √32 യൂണിറ്റ്. അതായത് ബിയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരം √32 യൂണിറ്റ്. ഇതേപോലെ സിയിൽ നിന്ന് ഡിയിലേക്ക് നോക്കിയാലും ഡിയിൽ നിന്ന് എയിലേക്ക് നോക്കിയാലും നമുക്ക് √32 യൂണിറ്റ് ആണ് കിട്ടുക. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 4 സൈഡുകളും തുല്യമാണെങ്കിൽ അവയെ നമ്മൾ പറയുന്നത് എന്താണ്? സമചതുരം അഥവാ സ്ക്വയർ. അപ്പൊ ഈ ക്വാഡ്രിലാറ്ററലിന്റെ സ്യൂട്ടബിൾ നെയിം ഏതാണ്? സ്ക്വയർ അഥവാ സമചതുരം.
രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ഡയഗണൽ ബി ഡി. ഈ ബിയിൽ നിന്ന് ഡിയിലേക്ക് നമ്മൾ ഒരു ഡയഗണൽ വരയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡയഗണലിന്റെ നീളമാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് ബി ടു ഡി, ബി എന്ന് പറയുന്നത് 4 4 അതുപോലെ ഡി എന്ന് പറയുന്നത് 4 - 4. ഇത് നമുക്ക് ഈ ഇക്വേഷനിൽ ഇട്ട് കണ്ടുപിടിക്കാം. ഇനി അല്ലാതെ തന്നെ നമുക്ക് മെഷർ ചെയ്തും കണ്ടുപിടിക്കാം. കാരണം ബി എന്ന പോയിന്റ് 4 അതായത് ഈ ബിയിൽ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 4 യൂണിറ്റ് ആണ്. ഇനി ഇവിടെ നിന്ന് ഡിയിലേക്കുള്ള ഡിസ്റ്റൻസും 4 അങ്ങനെയാണെങ്കിൽ ഡയഗണൽ ബി ഡിയുടെ നീളം എത്രയായിരിക്കും? 8 യൂണിറ്റ് ആയിരിക്കും. ഇക്വേഷൻ വെച്ചും ഇത് കണ്ടുപിടിക്കാം. അഥവാ തൊടുവരകൾ. ഇതിൽ നമുക്ക് 4 കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതിലെ ആദ്യത്തെ കാര്യം, ഒരു സർക്കിൾ ഉണ്ട്. ഈ സർക്കിളിന്റെ റേഡിയസും ടാൻജന്റും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. രണ്ടാമത്തെ ഫിഗർ, ഒരു സർക്കിൾ. ഈ സർക്കിളിന്റെ ഒരു കോഡ് അഥവാ ഒരു ഞാണാണിത്. ഈ കോഡിൽ നിന്നും വൃത്ത കേന്ദ്രത്തിലേക്ക് വന്ന ആംഗിൾ ആണ് x ഡിഗ്രി. ഇതേ കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് വന്ന ആംഗിൾ ആണ് x/2 ഡിഗ്രി. ഇതേ കോഡിൽ നിന്നും കേന്ദ്ര കോണിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആണ് 180 - x/2 ഡിഗ്രി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൽ പഠിച്ചതാണ്. ഇനി ഇതേ കോഡിൽ നിന്നും സർക്കിളിന്റെ പുറത്തേക്ക് വരുന്ന 2 ടാൻജൻസ് ആണ് ഇവ. ഇവ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 180 - x ഡിഗ്രി ആണ്. ഇനി ഈ കോഡും ടാൻജന്റും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? x/2 ഡിഗ്രി ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കോഡും ടാൻജന്റും തമ്മിലുള്ള ആംഗിളും ഈ കോഡിൽ നിന്ന് വൃത്തത്തിലേക്ക് വരുന്ന ആംഗിളും സെയിം ആണ്. എത്രയാണ്? കേന്ദ്ര കോണിന്റെ പകുതി, അതായത് x/2 ഡിഗ്രി വീതമാണ്. ഇനി നാലാമത്തെ ഫിഗർ, പി എന്നൊരു പോയിന്റിൽ നിന്നും 2 ടാൻജൻസ് അഥവാ തൊടുവരകൾ മാത്രമേ നമുക്ക് വൃത്തത്തിലേക്ക് വരയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. അവയുടെ നീളങ്ങൾ തുല്യമായിരിക്കും. രണ്ടാമത്തത്, പി സി എന്നത് ഈ വൃത്തത്തിന്റെ ഒരു ടാൻജന്റും പി ബി എന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനുമാണ്. അതിലെ എ ബി എന്നത് ഈ സർക്കിളിന്റെ കോഡ് അഥവാ ഞാണാണ്. അങ്ങനെയെങ്കിൽ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ ആണ്. നാലാമതായിട്ട്, ഇവിടെ ഒരു ട്രയാങ്കിൾ അഥവാ ഒരു ത്രികോണമുണ്ട്. ഈ ത്രികോണത്തിന്റെ ഉള്ളിലായിട്ട് ഒരു ഇൻ സർക്കിൾ അഥവാ അന്തർവൃത്തമുണ്ട്. ആർ എന്നത് ഈ അന്തർവൃത്തത്തിന്റെ ആരം അഥവാ റേഡിയസ് ഓഫ് ദ ഇൻ സർക്കിൾ ആണ്. അങ്ങനെയെങ്കിൽ ഈ ആർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? a/p/2 ആണ്. എ എന്നത് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ആണ്, അഥവാ ഈ ത്രികോണത്തിന്റെ പരപ്പളവാണ്. പി എന്നത് പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ ആണ്, അഥവാ ഈ ത്രികോണത്തിന്റെ ചുറ്റളവാണ്. ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ 2 ഇക്വേഷൻസ് ആണ്. ഒന്ന് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. രണ്ടാമത്തത് റൂട്ട് ഓഫ് s ഇൻറ്റു s മൈനസ് a ഇൻറ്റു s മൈനസ് b ഇൻറ്റു s മൈനസ് c ആണ്. s എന്താണ്? പെരിമീറ്റർ അഥവാ ചുറ്റളവിന്റെ പകുതിയെയാണ് നമ്മൾ s എന്ന് പറയുന്നത്. പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ പിന്നെ നമുക്ക് അറിയാം ചുറ്റളവാണ്. അഥവാ 3 സൈഡുകളും കൂട്ടിക്കഴിഞ്ഞാൽ, ട്രയാങ്കിളിന്റെ 3 സൈഡുകളും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ കിട്ടും. ഈ പാഠത്തിൽ നിന്നും കോമൺ ആയി വരുന്ന കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. അതിലെ ആദ്യത്തേത്, ഇൻ ദ ഫിഗർ പി എ പി ബി ആർ 2 ടാൻജൻസ് ടു ദി സർക്കിൾ വിത്ത് സെന്റർ O. ഇവിടെ പി എ പി ബി എന്നത് ഈ സർക്കിളിലേക്ക് വരുന്ന 2 തൊടുവരകളാണ്. സർക്കിളിന്റെ കേന്ദ്രം O ആണ്. ഇഫ് ആംഗിൾ പി എ ബി ഈക്വൽ ടു 50 ഡിഗ്രി, പി എ ബി എന്ന ഈ ആംഗിൾ 50 ഡിഗ്രിയാണ്. റൈറ്റ് ദ മെഷേഴ്സ് ഓഫ് ആംഗിൾ എ ക്യു ബി, ആംഗിൾ എ ഒ ബി, ആംഗിൾ എ പി ബി. അപ്പൊ ഏതൊക്കെ ആംഗിൾസ് ആണ്? ആംഗിൾ എ ക്യു ബി, അതായത് എ ക്യു ബി ഈ ആംഗിൾ ആണ് ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആംഗിൾ എ ഒ ബി ഈ ആംഗിൾ ആണ് രണ്ടാമതായി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. മൂന്നാമതായി ആംഗിൾ എ പി ബി ഈ ആംഗിൾ ആണ് മൂന്നാമതായി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു, ഒരു ടാൻജന്റും കോഡും തമ്മിലുള്ള ആംഗിൾ എത്രയാണോ അത് തന്നെയാണ് ആ കോഡിൽ നിന്ന് വൃത്തത്തിലേക്ക് വരുന്ന ആംഗിളും. ഇവിടെ ഈ എ ബി എന്ന കോഡും പി എ എന്ന ടാൻജന്റ് തമ്മിലുള്ള ആംഗിൾ 50 ഡിഗ്രിയാണ്. അപ്പൊ എ ബി എന്ന അതേ കോഡിൽ നിന്ന് വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ എത്ര തന്നെ ആയിരിക്കും? 50 ഡിഗ്രിയാണ്. അപ്പൊ ആദ്യത്തെ ആംഗിൾ, ആംഗിൾ എ ക്യു ബി എത്രയാണ്? 50 ഡിഗ്രി. ഇനി രണ്ടാമത് ആംഗിൾ എ ഒ ബി, അത് നമ്മൾ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ട്. എ ബി എന്നൊരു കോഡിൽ നിന്നും വൃത്ത കേന്ദ്രത്തിലേക്ക് വരുന്ന ആംഗിൾ എത്രയാണോ അതിന്റെ പകുതിയായിരിക്കും അതേ കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ. അതായത് ആംഗിൾ എ ഒ ബി എന്നത് എ ബി എന്ന കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും. 50ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 ഡിഗ്രി. അപ്പോൾ ആംഗിൾ എ ഒ ബി എത്രയാ? 100 ഡിഗ്രി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ എ പി ബി ആണ്. അതായത് പി എ പി ബി എന്ന 2 ടാൻജൻസ് തമ്മിലുള്ള ആംഗിൾ ആണ്. ഇവിടെ ചിത്രത്തിൽ നമുക്കറിയാം എത്രയാണ് 2 ടാൻജൻസ് തമ്മിലുള്ള ആംഗിൾ? 180 - x ആണ്. ആംഗിൾ എ പി ബി ഈക്വൽ ടു
180 മൈനസ് എക്സ് ഡിഗ്രി. എക്സ് ഡിഗ്രി എന്നത് കേന്ദ്രകോണാണ്. ഇവിടെ കേന്ദ്രകോണം എത്രയാണ് നമുക്ക് കിട്ടിയത്? 100 ഡിഗ്രി. അപ്പോൾ 180 മൈനസ് 100 എത്ര വരും? 180 നിന്ന് 100 പോയാൽ 80 ഡിഗ്രി. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ എത്രയാണ്? 80 ഡിഗ്രിയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം. ഇൻ ദ ഫിഗർ എ ബി എ സി ആർ ദ ടാൻജൻസ് ഓഫ് ദ സർക്കിൾ. എ ബി എ സി എന്നിവ ഈ സർക്കിളിന്റെ തൊടുവരകളാണ്. ദ ലൈൻ പി ക്യു ടച്ചസ് ദ സർക്കിൾ അറ്റ് ആർ. പി ക്യു എന്നൊരു ലൈന് ആർ എന്ന പോയിന്റിൽ സർക്കിളിൽ തൊട്ടിട്ടുണ്ട്. ആംഗിൾ എ പി ക്യു 70 ഡിഗ്രി, ആംഗിൾ ബി എ സി 50 ഡിഗ്രിയാണ്. വാട്ട് ഈസ് ആംഗിൾ ബി പി ക്യു? ബി പി ക്യു ഈ മുഴുവൻ ആംഗിൾ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഒരു സെമി സർക്കിളിന്റെ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രിയാണ്. അപ്പോൾ അതിൽ നിന്നും 70 ഡിഗ്രി പോയി കഴിഞ്ഞാൽ എത്ര വരും? 110 ഡിഗ്രി. ദെർഫോർ നമുക്ക് എന്ത് പറയാം? ആംഗിൾ ബി പി ക്യു എന്നത് എത്രയാണ്? 110 ഡിഗ്രിയാണ്. അതായത് ഈ ആംഗിൾ ബി പി ക്യു എന്ന ഈ ആംഗിൾ എത്രയാണ്? 110 ഡിഗ്രിയാണ്. രണ്ടാമതായിട്ട് ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ആംഗിൾ ഒ പി ക്യു. ഒ പി ക്യു അതായത് ഈ ബി പി ക്യുവിന്റെ പകുതി. എന്തുകൊണ്ടാണ് അത് പകുതി എന്ന് പറയാനുള്ള കാരണം? പി എന്ന പോയിന്റിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന രണ്ട് ടാൻജൻസ് അഥവാ തൊടുവരകളാണ് പി ബി എന്നതും പി ആർ എന്നതും. ഈ പി ബി പി ആർ എന്ന ടാൻജൻസിന്റെ ഇടയിലേക്ക് ഒ എന്ന വൃത്ത കേന്ദ്രത്തിൽ നിന്നും വന്ന ബൈസെക്ടർ ആണ് ഒ പി. ഈ ഒ പി എന്ന ബൈസെക്ടർ പി ബി പി ആർ എന്ന രണ്ട് ടാൻജൻസുകൾ തമ്മിലുള്ള ആംഗിളിനെ ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കറിയാം ഈ രണ്ട് ടാൻജൻസ് തമ്മിലുള്ള മുഴുവൻ ആംഗിൾ 110 ഡിഗ്രിയാണ്. ബി പി ആർ എന്ന മുഴുവൻ ആംഗിൾ 110 ഡിഗ്രിയാണ്. അപ്പോൾ അതിന് ഈക്വൽ ആയിട്ടാണ് ഒ പി എന്ന ബൈസെക്ടർ എന്ത് ചെയ്തിട്ടുള്ളത്? ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ 110നെ ഈക്വൽ ആയി ഡിവൈഡ് ചെയ്താൽ എത്ര വരും? ആംഗിൾ ഒ പി ക്യു ഈക്വൽ ടു 110/2 എത്രയാണ്? 55 ഡിഗ്രി. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഒ പി ക്യു എത്രയാ? 55 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ഒ പി ബി യു എന്താണ്? 55 ഡിഗ്രിയാണ്. ഇനി ഫൈൻഡ് ആംഗിൾ ഒ ക്യു പി. അടുത്തതായിട്ട് ഒ ക്യു പി എന്ന ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഒ ക്യു പി ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് പി ക്യു എ എന്ന ഈ ട്രയാങ്കിളിന്റെ ഈ മൂന്നാമത് വരുന്ന ആംഗിൾ കണ്ടുപിടിക്കണം. നമുക്കറിയാം ഒരു ത്രികോണത്തിന്റെ 3 കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടണം. അപ്പൊ അതിൽ നിന്ന് 70 ഡിഗ്രിയും 50 ഡിഗ്രിയും പോയി കഴിഞ്ഞാൽ എത്രയാണ്? 60 ഡിഗ്രി. അതായത് ഈ മൂന്നാമത് വരുന്ന ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രിയാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെന്താണ്? ഒരു ഫുൾ സെമി സർക്കിൾ ആണ്. അതിന്റെ 60 ഡിഗ്രി പോയി കഴിഞ്ഞാൽ ഈ ബാക്കി എത്രയാണ്? 120 ഡിഗ്രി ആയിരിക്കും. ഇനി ക്യൂ എന്ന പോയിന്റിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന രണ്ട് ടാൻജൻസ് അഥവാ തൊടുവരകളാണ് ക്യു ആർ ക്യു സി എന്നത്. ഈ ക്യു ആർ ക്യു സി എന്ന ടാൻജൻസ് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രിയാണ്. ഈ ആംഗിളിന്റെ ബൈസെക്ടർ ആയി വന്നിട്ടുള്ളതാണ് ഈ ഒ ക്യു എന്ന ലൈന്. അതായത് ആർ ക്യു സി എന്ന ഈ ആംഗിൾ ഈ 120 ഡിഗ്രി എന്ന ആംഗിളിന് ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക ഒ ക്യു എന്ന ലൈന്. അങ്ങനെയാണെങ്കിൽ ഒ ക്യു ആർ എത്രയാണ് വരിക? 120ന്റെ പകുതി. അപ്പോൾ ആംഗിൾ ഒ ക്യു പി എന്നത് 120/2 എത്രയാണ്? 60 ഡിഗ്രി. അപ്പൊ നമുക്ക് എന്ത് പറയുന്നത്? ഈ ആംഗിൾ 60 ഡിഗ്രിയാണ്, ഈ ആംഗിളും 60 ഡിഗ്രിയാണ്. ഇനി മൂന്നാമതായി ചോദിച്ചിട്ടുള്ളത് ഈ ക്വാഡ്രിലാറ്ററൽ എ പി ഒ ക്യു സൈക്ലിക്. ഇവിടെ എ പി ഒ ക്യു ഇതൊരു ക്വാഡ്രിലാറ്ററൽ അല്ലേ? 4 സൈഡുള്ള ഏതൊരു ഫിഗറിനെയും നമ്മൾ ക്വാഡ്രിലാറ്ററൽ അഥവാ ചതുർഭുജം എന്നാണ് പറയുക. നമുക്ക് അത് മാത്രമായിട്ടൊന്ന് വരയ്ക്കാം. ഇതെത്രയാ? എ ആണ്, ഇത് പി ആണ്, ഇത് ക്യൂ ആണ്, ഇത് ഒ ആണ്. ഇനി ഈ ക്വാഡ്രിലാറ്ററൽ ഇതിന്റെ ആംഗിൾ 50 ഡിഗ്രിയാണ്. ആംഗിൾ എ 50 ഡിഗ്രിയാണ്. ഇനി ആംഗിൾ പി എത്രയാണ്? ഇവിടെ ആംഗിൾ പി എന്ന് പറയുന്നത് ഈ 70 ഡിഗ്രിയും 55 ഡിഗ്രിയും കൂട്ടിയതാണ് ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഈ വെർട്ടിസ് എന്ന് പറയുന്നത്, ഈ ആംഗിൾ. ഓക്കെ, അപ്പൊ 70 55 എത്രയാ? 125 ഡിഗ്രി. ഇനി ആംഗിൾ ക്യൂ എത്രയാണ്? ഈ ക്വാഡ്രിലാറ്ററലിന്റെ ആംഗിൾ ക്യൂ എന്നത് ഈ ആംഗിളും കൂട്ടിയതാണ്. അപ്പൊ 60 60 120 ഡിഗ്രി. അപ്പൊ ഇങ്ങനെയാണ് ഈ ക്വാഡ്രിലാറ്ററലിന്റെ ആംഗിൾസ് അഥവാ കോണുകൾ വരുന്നത്. ആംഗിൾ ഒ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. നമുക്കറിയാം ഒരു ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് അഥവാ ചക്രീയമാവണമെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താവണം? 180 ഡിഗ്രി ആവണം. അതായത് ഇവിടെ ആംഗിൾ പിയും ആംഗിൾ ക്യൂവും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം? 180 ഡിഗ്രി കിട്ടണം. ഇവിടെ ആംഗിൾ പിയും ആംഗിൾ ക്യൂ എന്തൊക്കെയാണ്? 125 ഡിഗ്രിയും 120 ഡിഗ്രിയുമാണ്. അതെത്രയാണ്? 245 ഡിഗ്രിയാണ്. അതായത് നോട്ട് ഈക്വൽ ടു 180 ഡിഗ്രി. 180 ഡിഗ്രി അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം?
APOQ എന്ന ഈ ക്വാഡ്രിലാറ്ററൽ ചക്രീയമല്ല അഥവാ സൈക്ലിക് അല്ല. ഇനി മൂന്നാമത്തെ ചോദ്യം. In the figure, AB is the diameter of the circle. PQ is a tangent to the circle drawn from P. PA equal to 12 centimeters and PQ equal to 6 centimeters. എന്താണ് പറഞ്ഞിട്ടുള്ളത്? AB എന്നത് ഈ സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. PQ എന്നത് ഈ സർക്കിളിന്റെ ഒരു ടാൻജന്റ് ആണ് അഥവാ തൊടുവരയാണ്. PA 12 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതായത് P to A വരെ എത്രയാണ്? 12 സെന്റിമീറ്റർ ആണ്. അതുപോലെ PQ എന്നത് എത്രയാണ്? 6 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ചിത്രം കണ്ടാൽ തന്നെ നമ്മൾ എന്ത് ഇക്വേഷൻ എഴുതണം? നമ്മൾ ഇവിടെ പഠിച്ച ഇക്വേഷൻ എഴുതാം. PA into PB equal to PC square. ഇവിടെ സിന് പകരം Q ആണ്. അപ്പൊ അതിനനുസരിച്ച് എഴുതുക. PA into PB equal to PQ square. ആദ്യം തന്നെ ഈ ഇക്വേഷൻ എഴുതുക. ഇനി ആദ്യം നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് PB. PB നീളം. ഈ PB കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. PA നമുക്ക് തന്നിട്ടുണ്ട് 12 ഇൻറ്റു PB ഈക്വൽ ടു PQ നമുക്ക് തന്നിട്ടുണ്ട് 6 സ്ക്വയർ. ഇതിൽ നിന്ന് നമുക്ക് PB കണ്ടുപിടിച്ചൂടെ? 6 സ്ക്വയർ ബൈ 12. 6ന്റെ സ്ക്വയർ എത്രയാണ്? 36. 36 ബൈ 12 എത്രയാണ്? 36 ഹരിക്കണം 12 3 സെന്റിമീറ്റർ. അപ്പോൾ PB നീളം എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ? അതായത് ഈ AB നീളം, ഈ സർക്കിളിന്റെ വ്യാസം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. PB നമുക്ക് കിട്ടി 3 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ P മുതൽ A വരെയുള്ള നീളം 12 ആണ്. P മുതൽ B വരെയുള്ള നീളം 3 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ AB കണ്ടുപിടിച്ചൂടെ? PA നിന്നും PB കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? AB കിട്ടും. അപ്പോൾ PA മൈനസ് PB. ഓക്കെ, AB കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? PA നിന്നും PB കുറച്ചാൽ മതി. PA എത്രയാണ്? 12. 12ൽ നിന്നും PB ആയ 3 സെന്റിമീറ്റർ കുറച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും? 9 സെന്റിമീറ്റർ. അതായത് ഈ സർക്കിളിന്റെ ഡയമീറ്റർ അഥവാ വ്യാസം എത്രയാണ്? 9 സെന്റിമീറ്റർ ആണ്. ഇനി നാലാമത്തെ ചോദ്യം. The sides of triangle PQR touches the circle at the points A, B and C. PQ equal to 10 സെന്റിമീറ്റർ. PQ എന്നത് എത്രയാണ്? 10 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി BR ഈക്വൽ ടു 4 സെന്റിമീറ്റർ. BR എത്രയാണ്? 4 സെന്റിമീറ്റർ ആണ്. ഇനി ആദ്യത്തെ ചോദ്യം. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് CR? CRന്റെ ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. R എന്ന പോയിന്റിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന രണ്ട് ടാൻജൻസ് ആണ് BRഉം CRഉം. നമുക്കറിയാം, ഒരു ഔട്ട്സൈഡ് പോയിന്റിൽ നിന്നും വൃത്തത്തിലേക്ക് രണ്ട് ടാൻജൻസ് മാത്രമേ വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ആ ടാൻജൻസ് അഥവാ തൊടുവരകളുടെ നീളങ്ങൾ തുല്യമായിരിക്കും. അപ്പോൾ BR 4 സെന്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? CRഉം 4 സെന്റിമീറ്റർ ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം. വാട്ട് ഈസ് QB പ്ലസ് PC? ഓക്കെ, QBയും അതുപോലെ PC യും എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നമുക്ക് P മുതൽ Q വരെ 10 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് QA എന്നുള്ളത് X എടുക്കാം. അങ്ങനെയാണെങ്കിൽ PA എത്ര വരും? 10ൽ നിന്നും X സെന്റിമീറ്റർ കുറച്ചത് 10 മൈനസ് X. ഇനി Q എന്ന പോയിന്റിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന രണ്ട് തൊടുവരകളാണ് QB, QA എന്നത്. അങ്ങനെയാണെങ്കിൽ അവയുടെ നീളങ്ങൾ തുല്യമായിരിക്കും. അപ്പൊ QA X ആണെങ്കിൽ QBയും X ആണ്. അതുപോലെ തന്നെ P എന്ന പോയിന്റിൽ നിന്ന് വൃത്തത്തിലേക്ക് വരുന്ന രണ്ട് ടാൻജൻസ് ആണ് PA, PC എന്നിവ. അപ്പോൾ PA 10 മൈനസ് X ആണെങ്കിൽ PCയും 10 മൈനസ് X ആണ്. ഇനി ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? QB പ്ലസ് PC ആണ്. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് QB PC കണ്ടുപിടിക്കുക? QB എത്രയാ? X പ്ലസ് PC എത്രയാ? 10 മൈനസ് X. അപ്പോൾ X മൈനസ് X 0 ആണ്. ഉത്തരം 10 സെന്റിമീറ്റർ. അപ്പോൾ QBയും PCയും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടി? 10 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. മൂന്നാമത്തെ ചോദ്യം. ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ PQR. PQR എന്ന ഈ ട്രയാങ്കിളിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? PA പ്ലസ് AQ പ്ലസ് QB പ്ലസ് BR പ്ലസ് CR പ്ലസ് PC. ഇപ്പൊ 3 സൈഡുകളും ആയില്ലേ? ഇനി PAയും AQവും കൂട്ടിയാൽ 10 സെന്റിമീറ്റർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി QB നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ QB അങ്ങനെ എഴുതി. ഇനി BR എത്രയാണ്? 4 ആണെന്ന് തന്നിട്ടുണ്ട്. CRഉം 4 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. PCയും നമുക്കറിയില്ല. ഈക്വൽ ടു പെരിമീറ്റർ ഈക്വൽ ടു. ഇനി 10 പ്ലസ് 4 പ്ലസ് 4 എന്ത് വരും? 10 പ്ലസ് 4 14 പ്ലസ് 4 18 പ്ലസ് QB പ്ലസ് PC നമ്മൾ കണ്ടുപിടിച്ചിരുന്നു 10 സെന്റിമീറ്റർ ആണ്.
18+10 എത്രയാ? 28 സെന്റിമീറ്റർ ആണ് പെരിമീറ്റർ. ഇനി നാലാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ വിത്ത് പെരിമീറ്റർ 28 സെന്റിമീറ്റർ, റേഡിയസ് ഓഫ് ഇൻസർക്കിൾ ഈസ് 2 സെന്റിമീറ്റർ. ഈ ലാസ്റ്റത്തെ ഇക്വേഷൻ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ? റേഡിയസ് ഓഫ് ഇൻസർക്കിൾ ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡിവൈഡഡ് ബൈ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ബൈ 2. ഇതാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ. ഇവിടെ നമുക്ക് റേഡിയസ് ഓഫ് ഇൻസർക്കിൾ 2 ആണെന്നും പെരിമീറ്റർ 28 ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഇക്വേഷനിൽ നിന്ന് എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കുക? എ മാത്രം ഈ സൈഡിൽ നിർത്തുന്നു, ബാക്കി p/2 അപ്പുറത്ത് കൊണ്ടുപോയാൽ r/p/2. റേഡിയസ് ഓഫ് ഇൻസർക്കിൾ എത്രയാ? 2 ഇൻറ്റു പെരിമീറ്റർ 28/2. രണ്ടും രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ എത്രയാണ്? 28 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി അഞ്ചാമത്തെ ചോദ്യം, ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന പാഠഭാഗത്തിൽ നിന്നും കൺസ്ട്രക്ഷൻ ടൈപ്പ് അഥവാ നിർമ്മിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അങ്ങനെയുള്ള 2 ചോദ്യങ്ങളാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ചോദ്യം, ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 5 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ. 5, 6, 7 എന്ന സൈഡുകളുള്ള ഒരു ട്രയാങ്കിൾ അഥവാ ഒരു ത്രികോണം നിർമ്മിക്കണം. അപ്പോൾ ട്രയാങ്കിൾസിന്റെ ആംഗിൾസ് തന്നിട്ടും അഥവാ 2 ആംഗിൾസ്, ഒരു സൈഡ്, 3 ആംഗിൾസ് ഇങ്ങനെയൊക്കെ തന്നിട്ട് ട്രയാങ്കിൾസ് വരയ്ക്കാൻ പറയാറുണ്ട്. അപ്പൊ ആ രീതിയിലൊക്കെ ട്രയാങ്കിൾസ് വരയ്ക്കാൻ നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ട്രയാങ്കിൾസ് വരയ്ക്കണം. ഇവിടെ ഞാൻ 5 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ എന്ന 3 സൈഡുള്ള ഒരു ട്രയാങ്കിൾ ആണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഒരു റഫ് ഫിഗർ വരയ്ക്കാം. ഒരു ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിന്റെ ഉള്ളിലായിട്ട് ഡ്രോ ഇറ്റ്സ് ഇൻ സർക്കിൾ, ട്രയാങ്കിളിന്റെ ഉള്ളിലായിട്ട് ഒരു അന്തർവൃത്തം വരയ്ക്കണം. ഇതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, അപ്പൊ ഇതില് ഞാൻ അടിയിൽ 7 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ ഈ ഇൻ സർക്കിളിന്റെ റേഡിയസ് നമുക്ക് ഇത് വരച്ചു കഴിഞ്ഞിട്ട് അളന്നു നോക്കണം. അപ്പൊ ABC എന്ന് നെയിം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് AB എന്ന ഈ 7 സെന്റിമീറ്റർ ലൈന് സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കാം. എ ബി തമ്മിലുള്ള നീളം 7 സെന്റിമീറ്റർ. ഇനി കോമ്പസ് എടുത്തതിന് ശേഷം അതിൽ 6 സെന്റിമീറ്റർ അളന്ന് എ എന്ന പോയിന്റിൽ വെച്ച് ഒരു ആർക്ക് വരയ്ക്കണം. അതുപോലെ തന്നെ കോമ്പസിൽ 5 സെന്റിമീറ്റർ അളന്നതിന് ശേഷം ബി എന്ന പോയിന്റിൽ വെച്ച് വീണ്ടും ഒരു ആർക്ക് വരയ്ക്കണം. ഇനി ഈ 2 ആർക്കുകളും മീറ്റ് ചെയ്യുന്ന പോയിന്റിലേക്ക് എയിൽ നിന്നും ബിയിൽ നിന്നും സ്കെയിൽ ഉപയോഗിച്ച് സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കണം. ഇപ്പൊ ഇവിടെ നമുക്ക് ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. എ സിയിലേക്കുള്ള ദൂരം 6 സെന്റിമീറ്റർ, ബി സിയിലേക്കുള്ള ദൂരം 5 സെന്റിമീറ്റർ. ഇനി നമുക്ക് ഈ ABC എന്ന ട്രയാങ്കിളിന്റെ സെന്റർ കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമാണ് അതിന്റെ ഉള്ളിൽ നമുക്ക് ഇൻ സർക്കിൾ വരയ്ക്കാൻ സാധിക്കുക. ഒരു ട്രയാങ്കിളിന്റെ സെന്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആദ്യം തന്നെ ഒരു കോമ്പസ് എടുത്ത് കോമ്പസിൽ ഒരു നിശ്ചിത അളവ് എടുത്തതിന് ശേഷം എ എന്ന പോയിന്റിൽ കുത്തി നമുക്ക് എന്ത് ചെയ്യണം? ഒരു ആർക്ക് വരയ്ക്കണം. ജസ്റ്റ് ഒരു ആർക്ക് വരയ്ക്കുക. ഈ ആർക്ക് AC എന്ന ലൈനിലും AB എന്ന ലൈനിലൂടെയും കട്ട് ചെയ്ത് പോകുന്നുണ്ട്. AC എന്ന ലൈനിലൂടെ കട്ട് ചെയ്യുന്ന ആ പോയിന്റിൽ വീണ്ടും കോമ്പസ് വെച്ചതിന് ശേഷം ഇതേ അളവിൽ തന്നെ ഒരു ആർക്ക് വരയ്ക്കണം. അതുപോലെ തന്നെ AB എന്ന ലൈനിനെ കട്ട് ചെയ്യുന്ന ആ പോയിന്റിൽ വെച്ച് വീണ്ടും ഒരു ആർക്ക് വരയ്ക്കുക. ഈ A എന്ന പോയിന്റും അതുപോലെ തന്നെ ഈ ആർക്ക് ടച്ച് ചെയ്യുന്ന പോയിന്റിലൂടെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. ഇതുപോലെ തന്നെ ബി എന്ന പോയിന്റിൽ കോമ്പസ് വെച്ചതിന് ശേഷം BC AB എന്ന 2 ലൈനുകൾ കട്ട് ചെയ്യുന്ന തരത്തിൽ ഒരു ആർക്ക് വരയ്ക്കുന്നു. അതിനുശേഷം ഈ പോയിന്റിൽ നിന്നും 2 ആർക്ക് കൂടി വരയ്ക്കുന്നു. ഇനി ബി എന്ന പോയിന്റിലൂടെയും ഈ ആർക്കുകൾ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റിലൂടെയും നമുക്ക് 2 ലൈൻസ് വരയ്ക്കാം. ഈ 2 ലൈൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഈ ABC എന്ന ട്രയാങ്കിൾ അഥവാ ത്രികോണത്തിന്റെ സെന്റർ അഥവാ കേന്ദ്രം. ഇതാണ് ഈ ട്രയാങ്കിൾ ABCയുടെ സെന്റർ. ഈ സെന്റർ കേന്ദ്രമാക്കിക്കൊണ്ട് ഈ ഒരു ലെങ്ത് റേഡിയസ് അഥവാ ആരമാക്കി എടുത്ത് നമുക്കൊരു ഇൻ സർക്കിൾ അഥവാ ഒരു അന്തർവൃത്തം വരയ്ക്കാം. ഇനി സ്കെയിൽ ഉപയോഗിച്ച് ഈ ഇൻ സർക്കിളിന്റെ റേഡിയസ് അളന്നു കഴിഞ്ഞാൽ നമുക്കൊരു 1.63 സംതിങ് കിട്ടും. അടുത്ത ചോദ്യം, ഡ്രോ എ സർക്കിൾ വിത്ത് എ റേഡിയസ് ഓഫ് 4 സെന്റിമീറ്റർ. 4 സെന്റിമീറ്റർ ആരമുള്ള ഒരു സർക്കിൾ വരയ്ക്കണം. അതിനുശേഷം 8 സെന്റിമീറ്റർ അകലെ P എന്നൊരു പോയിന്റ് ഇട്ടതിന് ശേഷം ആ പോയിന്റിൽ നിന്നും വൃത്തത്തിലേക്ക് ടാൻജൻസ് അഥവാ തൊടുവരകൾ വരയ്ക്കണം. അതിനുശേഷം ആ ടാൻജൻസിന്റെ നീളം അളന്നെഴുതണം. അപ്പോൾ ആദ്യം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു സർക്കിൾ 4 സെന്റിമീറ്റർ റേഡിയസ് അഥവാ ആരമുള്ള ഒരു സർക്കിൾ വരയ്ക്കണം. അതിനായി 4 സെന്റിമീറ്റർ കോമ്പസിൽ അളന്നതിന് ശേഷം നമുക്കൊരു സർക്കിൾ വരയ്ക്കാം.
ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? മാർക്ക് എ പോയിന്റ് പി ഔട്ട്സൈഡ് ദ സർക്കിൾ 8 സെന്റിമീറ്റർ ഫ്രം ദ സെന്റർ ഓഫ് ദ സർക്കിൾ. സർക്കിളിന്റെ സെന്ററിൽ നിന്നും 8 സെന്റിമീറ്റർ അകലെയായി നമുക്ക് എന്ത് ചെയ്യണം? പി എന്നൊരു പോയിന്റ് ഇടണം. അപ്പോൾ ഓയിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, അഥവാ അകലം എത്രയാണ്? 8 സെന്റിമീറ്റർ ആണ്. ഇനി പി എന്ന ഈ പോയിന്റിൽ നിന്നും വൃത്തത്തിലേക്ക് 2 ടാൻജൻസ് അഥവാ തൊടുവരകൾ വരയ്ക്കണം. നമുക്ക് ഈ സർക്കിളിന്റെ ഏത് പോയിന്റിലേക്കാണ് പി എന്ന പോയിന്റിൽ നിന്നും ടാൻജൻസ് അഥവാ തൊടുവരകൾ വരയ്ക്കുക എന്നറിയില്ല. അപ്പൊ അതിനായിട്ട് ഓയിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 8 സെന്റിമീറ്റർ അല്ലേ? അതിന്റെ കറക്റ്റ് പകുതി എടുക്കണം. അപ്പൊ ആദ്യം തന്നെ ഓയിൽ നിന്ന് പിയിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. അതിനുശേഷം ആ ലൈനിന്റെ കറക്റ്റ് പകുതി കണ്ടുപിടിക്കണം. ഇനി ഓയിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 8 സെന്റിമീറ്റർ ആണ്. അതിന്റെ കറക്റ്റ് പകുതി എന്ന് പറയുമ്പോൾ 4 സെന്റിമീറ്റർ. ഓയിൽ നിന്ന് 4 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഈ പോയിന്റിലാണ്. ഇനി ഈ പോയിന്റ് മുതൽ O വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തതിന് ശേഷം നമുക്ക് OP ഡയമീറ്റർ അഥവാ വ്യാസമാക്കിക്കൊണ്ട് മറ്റൊരു സർക്കിൾ കൂടി അഥവാ വൃത്തം കൂടി വരയ്ക്കണം. ആ 2 വൃത്തങ്ങളും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് പി യിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള ടാൻജൻസ് സർക്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്. ഈ 2 പോയിന്റ്സുകളാണ് പി എന്ന പോയിന്റിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ടാൻജൻസ് ടച്ച് ചെയ്യുന്ന പോയിന്റ്. അപ്പോൾ പിയിൽ നിന്ന് എയിലേക്കും പിയിൽ നിന്ന് ബിയിലേക്കും നമുക്ക് ഓരോ സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കണം. ഇനി സ്കെയിൽ ഉപയോഗിച്ച് പി എയും പി ബിയും അളന്നു കഴിഞ്ഞാൽ നമുക്ക് 7 സെന്റിമീറ്റർ ലെങ്ത് കിട്ടും. ഇവിടെ മെഷർ ആൻഡ് റൈറ്റ് ഡൗൺ ദ ലെങ്ത് ഓഫ് ദ ടാൻജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ തൊടുവരകളുടെ നീളം അളന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പി മുതൽ എ വരെയുള്ള ഡിസ്റ്റൻസും പി മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസും സ്കെയിൽ ഉപയോഗിച്ച് അളന്നു കഴിഞ്ഞാൽ 7 സെന്റിമീറ്റർ ആണ് നമുക്ക് ലെങ്ത് ഓഫ് ദ ടാൻജൻസ് കിട്ടുക. പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ്, ബഹുപദങ്ങളും സമവാക്യങ്ങളും. ഇതിൽ നമ്മൾ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസിനെ കുറിച്ച് അഥവാ രണ്ടാം കൃതി സമവാക്യങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഏതാണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ? പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. ഇങ്ങനെയാണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അഥവാ രണ്ടാം കൃതി ബഹുപദങ്ങൾ ഉണ്ടാവുന്നത്. ഇതിലെ എക്സിന്റെ മാക്സിമം പവർ അഥവാ ഏറ്റവും കൂടിയ കൃതി എന്താണ്? 2 ആണ്. അതുകൊണ്ടാണ് ഇതിനെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇനി ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ സൊല്യൂഷൻസ് എക്സ് ഈക്വൽ ടു പി, എക്സ് ഈക്വൽ ടു ക്യൂ എന്ന 2 സൊല്യൂഷൻസ് ആണ് നമുക്ക് ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന് കിട്ടുന്നത്. അതായത് അതിൽ നിന്ന് അർത്ഥമാക്കുന്നത് എന്താണ്? ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ സൊല്യൂഷൻ ആണ് പി അല്ലെങ്കിൽ ക്യൂ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ പോളിനോമിയലിൽ എക്സിന്റെ സ്ഥാനത്ത് പി ഇട്ട് കൊടുത്താലും എക്സിന്റെ സ്ഥാനത്ത് ക്യൂ ഇട്ട് കൊടുത്താലും നമുക്ക് കിട്ടുന്ന ഉത്തരം 0 ആയിരിക്കും. അതാണ് ഈ പി ഓഫ് എക്സ് എന്ന പോളിനോമിയലിന്റെ സൊല്യൂഷൻ ആണ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൊല്യൂഷൻസ് നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ചോ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ ദ്വിമാന സമവാക്യം ഉപയോഗിച്ചുകൊണ്ടോ വർഗത്തികവ് ഉപയോഗിച്ചുകൊണ്ടോ കണ്ടുപിടിക്കാം. ഇനി ഈ സൊല്യൂഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് ഫാക്ടേഴ്സ് ആക്കുക? ഇവിടെ എക്സ് ഈക്വൽ ടു പ്ലസ് പി ആണെങ്കിൽ എക്സ് മൈനസ് പി, അതായത് പ്ലസ് പി, പിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈൻ ആണ് എക്സ് മൈനസ് പി. ഇതാണ് ഒരു ഫാക്ടർ. ഇനി രണ്ടാമത്തെ സൊല്യൂഷൻ എക്സ് ഈക്വൽ ടു ക്യൂ ആണ്. അപ്പൊ ഏതാണ് ഫാക്ടർ വരിക? എക്സ് മൈനസ് ക്യൂ ആണ്. ഇപ്പോൾ സപ്പോസ് ഇവിടെ എക്സ് ഈക്വൽ ടു മൈനസ് പി, എക്സ് ഈക്വൽ ടു മൈനസ് ക്യൂ എന്നാണ് സൊല്യൂഷൻസ് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ഫാക്ടേഴ്സ് എങ്ങനെയാണ് എഴുതുക? എക്സ് പ്ലസ് പി, എക്സ് പ്ലസ് ക്യൂ എന്നാണ് ഉപയോഗിക്കുക. ഇനി മൂന്നാമതായിട്ട് ഇവിടെ ചോദിക്കുന്ന ചോദ്യമാണ്, ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നിട്ട് അതിനെ 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അഥവാ 2 ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതാനായിട്ട് പറയും. അതെങ്ങനെയാണ് എഴുതുക? നമുക്ക് കിട്ടിയ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, ആ ഫാക്ടേഴ്സിനെ ജസ്റ്റ് ഗുണിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഗുണന രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ പോളിനോമിയലിനെ 2 ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ട് അഥവാ 2 പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഇനി ഇത് വെച്ച് വരുന്ന ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇഫ് എക്സ് മൈനസ് 1 ഈസ് എ ഫാക്ടർ ഓഫ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ്. അപ്പോൾ പി ഓഫ് എക്സ് എന്നൊരു പോളിനോമിയൽ ഉണ്ട്. ഈ പോളിനോമിയലിന്റെ ഫാക്ടർ ആണ് എക്സ് മൈനസ് 1. അങ്ങനെയാണെങ്കിൽ ഈ പോളിനോമിയലിന്റെ സൊല്യൂഷൻ അഥവാ പരിഹാരം എന്തായിരിക്കും? ഇവിടെ എക്സ് മൈനസ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ നേരെ ഓപ്പോസിറ്റ് സൈൻ എക്സ് ഈക്വൽ ടു പ്ലസ് 1 ആണ് സൊല്യൂഷൻ. ഇനി ഒരു പോളിനോമിയലിന്റെ സൊല്യൂഷൻ ആണ് എക്സ് ഈക്വൽ ടു 1 എങ്കിൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ പോളിനോമിയലിൽ 1 എക്സിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ പി ഓഫ് 1 എന്താണ്? 0. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇഫ് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 12, വാട്ട് ഈസ് പി ഓഫ് 3? അതായത് എക്സിന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കണം? 3 ഇട്ട് കൊടുക്കണം. അപ്പൊ പി ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുള്ളത് എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 12 ആണ്. ഇനി പി ഓഫ് 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സിന്റെ സ്ഥാനത്തൊക്കെ 3 ഇട്ട് കൊടുക്കണം. 3 സ്ക്വയർ മൈനസ് 7 ഇൻറ്റു 3 പ്ലസ് 12. 3ന്റെ സ്ക്വയർ എത്രയാണ്? 9 മൈനസ് 7 ഇൻറ്റു 3 21 പ്ലസ് 12.
ഇനി 9 + 12 എത്രയാണ് 21. 21 നിന്ന് 21 പോയാൽ 0. P(3) നമുക്ക് എന്താണ് കിട്ടിയത്? 0 നമുക്കറിയാം ഒരു സൊല്യൂഷൻ, ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ സൊല്യൂഷന്റെ പ്രത്യേകത എന്താണ്? എ എന്നൊരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ P(A) ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 0 കിട്ടുക. ഇവിടെ P(3) എന്ന് ചെയ്തപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? 0 കിട്ടിയത്. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? 3 ഈസ് എ സൊല്യൂഷൻ ഓഫ് P(X). 3 P(X)ന്റെ ഒരു പരിഹാരമാണ്. അത് ജസ്റ്റ് ഞാൻ എഴുതിയെന്നുള്ളൂ. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? റൈറ്റ് എ ഫസ്റ്റ് ഡിഗ്രി ഫാക്ടർ ഓഫ് P(X) - P(3). ഈ P(X) - P(3)യുടെ ഒരു ഫാക്ടർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. P(X) - P(3) എന്താണ്? P(X) - P(3) എന്താ? 0. അപ്പൊ എന്ത് തന്നെയാണ് വന്നത്? P(X). അതായത് x² - 7x + 12 തന്നെയാണ് നമ്മുടെ പോളിനോമിയൽ. ഇനി ഈ പോളിനോമിയലിന്റെ ഒരു ഫസ്റ്റ് ഡിഗ്രി ഫാക്ടർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, നമ്മളിപ്പോ നേരത്തെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് 3 ഈസ് എ സൊല്യൂഷൻ ഓഫ് P(X). 3 P(X)ന്റെ ഒരു സൊല്യൂഷൻ ആണ്. ഒരു സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഫാക്ടർ എഴുതിക്കൂടെ? ഇപ്പൊ ഈ പോളിനോമിയലിന്റെ ഒരു സൊല്യൂഷൻ ആണ് x = P. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫാക്ടർ എഴുതിക്കൂടെ? എങ്ങനെയാണ് എഴുതുക? x = 3 എന്നത് ഒരു സൊല്യൂഷൻ ആണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അതിന്റെ ഫാക്ടർ ആക്കിയിട്ട് എഴുതുക? ഫാക്ടർ = x - 3. കാരണം ഇവിടെ x = +3 ആണ്. അപ്പൊ ഫാക്ടർ ആക്കി എഴുതുമ്പോൾ x - 3. ഇനി മൂന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ സൊല്യൂഷൻസ് ഓഫ് P(X) - P(3) = 0. അതായത് P(X) - P(3) നമുക്ക് കിട്ടിയത് x² - 7x + 12 എന്ന ഉത്തരം തന്നെയാണ്. ഇതിന്റെ ഒരു സൊല്യൂഷൻസുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുലയോ അല്ലെങ്കിൽ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡോ ഉപയോഗിച്ച് എന്ത് ചെയ്യാം? ഇതിന്റെ സൊല്യൂഷൻ കാണാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ചാണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. ABC എഴുതണം. A എന്നത് x² കൂടെയുള്ള നമ്പർ ആണ്. B എന്നത് x-ന്റെ കൂടെയുള്ള നമ്പർ ആണ്. C എന്നത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന വാല്യൂ ആണ്. അപ്പൊ ABC നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മുടെ ഇക്വേഷൻ എന്താണ്? x = -b ± √(b² - 4ac / 2a). ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈക്വൽ ടു, ഇനി -b ആണ്. അപ്പൊ -7 എന്തായി? +7 ± √(b² ആണ്. b² എന്ന് പറഞ്ഞാൽ -7ന്റെ സ്ക്വയർ എത്രയാണ്? 49 മൈനസ്, ഇനി 4 × a × c. 4 × 1 എത്രയാണ്? 4 തന്നെയാണ്. ഇനി 4 × 12 എത്രയാണ്? 48 / 2a എന്നാണ് പറഞ്ഞത്. 2 × 1 2 തന്നെ. ഈക്വൽ ടു 7 ± 49ൽ നിന്ന് 48 പോയാൽ എത്രയാണ്? 1 ആണ്. 1ന്റെ റൂട്ട് എത്രയാണ്? 1 തന്നെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 7 ± 1/2. ഇനി ഇവിടുന്ന് അങ്ങോട്ട് രണ്ട് ഉത്തരങ്ങൾ വരും. ഒന്ന് 7 - 1/2 ഓർ 7 + 1/2. ഇത് രണ്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൊല്യൂഷൻസ് കിട്ടും. 7ൽ നിന്ന് 1 പോയാൽ എത്രയാണ്? 6. 6ന്റെ പകുതി എത്രയാണ്? 3. ഇതാണ് ഒന്നാമത്തെ സൊല്യൂഷൻ. അത് നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിയിരുന്നു. ഇനി 7 + 1 എത്രയാണ്? 8. 8ന്റെ പകുതി എത്രയാണ്? 4. അപ്പോൾ x = 3ഉം x = 4ഉമാണ് ഈ പോളിനോമിയലിന്റെ രണ്ട് സൊല്യൂഷൻസ്. ഇനി മൂന്നാമത്തെ ചോദ്യം, കൺസിഡർ ദ പോളിനോമിയൽ P(X) = x² - 5x + 6. പോളിനോമിയൽ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ആദ്യത്തെ ചോദ്യം എന്താണ്? റൈറ്റ് P(X) as the product of two first degree polynomials. അഥവാ ഈ P(X) എന്നത് രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ രണ്ടാമത് ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ സൊല്യൂഷൻസ് ഓഫ് ദ ഇക്വേഷൻ. ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതുക? അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ പോളിനോമിയലിന്റെ സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ കണ്ടുപിടിക്കണം. അതിനെ നമുക്ക് ഫാക്ടേഴ്സ് ആക്കി എഴുതാം. മൂന്നാമത്തെ സ്റ്റെപ്പ് ആ ഫാക്ടേഴ്സിനെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് അഥവാ ഗുണന ഫലമാക്കി എഴുതാം. ആദ്യത്തെ സ്റ്റെപ്പ് സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ കണ്ടുപിടിക്കുക എന്നതാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ പോളിനോമിയൽ എഴുതാം. P(X) = x² - 5x + 6 എന്ന് എഴുതി ഈക്വൽ ടു 0. ഇനി നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ച് ആദ്യം തന്നെ ഇതിന്റെ സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എയും ബിയും സിയും കണ്ടുപിടിക്കണം. എ എന്നത് x² കൂടെയുള്ള നമ്പർ, ബി എന്നത് x-ന്റെ കൂടെയുള്ള നമ്പർ, സി എന്നത് നമ്മുടെ കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന വാല്യൂ. ഇനി നമുക്ക് ഇക്വേഷൻ എഴുതാം. x = -b ± √(b² - 4ac / 2a). ഇനി നമുക്ക് എ ബി സി എല്ലാം ഇട്ട് കൊടുക്കാം. -b എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് -5 എന്തായി? +5 ± ഇനി p² എന്ന് പറയുന്നത് ഇവിടെ b എന്താണ്? -5 ആണ്. -5ന്റെ സ്ക്വയർ 25 - 4 ×
1 ഇൻറ്റു സി എത്രയാണ് 6 ഡിവൈഡഡ് ബൈ 2a എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1 2 തന്നെ ഈക്വൽ ടു 5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 25 മൈനസ് 4 ഇൻറ്റു 1 4 4 ഇൻറ്റു 6 എത്രയാണ് 24 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 25 നിന്ന് 24 പോയാൽ 1 1ന്റെ റൂട്ട് എത്രയാണ് 1 തന്നെ ബൈ 2. ഇനി ഇവിടെ 2 എക്സിന്റെ വാല്യൂസ് വരും. ഒന്നാമത്തെ എക്സിന്റെ വാല്യൂ 5 മൈനസ് 1 ബൈ 2 ഓർ രണ്ടാമത്തെ വാല്യൂ എക്സ് ഈക്വൽ ടു 5 പ്ലസ് 1 ബൈ 2. ഇനി 5 മൈനസ് 1 ബൈ 2 എന്ത് വരും 5 ന് 1 പോയാൽ 4 4ന്റെ പകുതി 2 ഓർ ഇനി 5 പ്ലസ് 1 6 6ന്റെ പകുതി എത്രയാണ് 3. അപ്പോൾ എക്സിന്റെ സൊല്യൂഷൻസ് ഏതൊക്കെയാണ് എക്സ് ഈക്വൽ ടു 2 എക്സ് ഈക്വൽ ടു 3. ഇനി ഇതിനെ ഫാക്ടേഴ്സ് ആക്കിയിട്ട് എഴുതാം. എങ്ങനെയാണ് ഫാക്ടേഴ്സ് ആക്കി എഴുതുക അതിന്റെ സൈനുകളുടെ ഓപ്പോസിറ്റ് ആയിട്ട് എക്സ് ഈക്വൽ ടു പ്ലസ് 2 ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ ഫാക്ടർ ആക്കി എഴുതും എക്സ് മൈനസ് 2 അതാണ് ഒന്നാമത്തെ ഫാക്ടർ. ഇനി രണ്ടാമത്തെ ഫാക്ടറോ എക്സ് ഈക്വൽ ടു പ്ലസ് 3 ആണ്. അപ്പൊ എക്സ് മൈനസ് 3 ഇതാണ് രണ്ടാമത്തെ ഫാക്ടർ. ഇനി ഈ രണ്ട് ഫാക്ടറുകളെ ഗുണനഫലമായി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എന്ത് എഴുതും പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ കിട്ടും എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്തത് സൊല്യൂഷൻ കണ്ടുപിടിച്ചു. സൊല്യൂഷനിൽ നിന്ന് സൈനുകൾ ഓപ്പോസിറ്റ് ആക്കിയിട്ട് അതായത് നമ്പറുകളുടെ സൈനുകൾ പ്ലസ് ആണെങ്കിൽ മൈനസ് മൈനസ് ആണെങ്കിൽ പ്ലസ് അങ്ങനെ നമ്മൾ ഫാക്ടേഴ്സ് എഴുതുന്നു. ഫാക്ടേഴ്സിനെ ഗുണനഫലമായി എഴുതി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പോളിനോമിയലിന് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 എന്ന പോളിനോമിയലിനെ 2 ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ട് കിട്ടും. അഥവാ പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് ആയിട്ട് കിട്ടും. ഇനി രണ്ടാമത്തെ ചോദ്യം ഫൈൻഡ് ദ സൊല്യൂഷൻസ് ഓഫ് ദ ഇക്വേഷൻ പി ഓഫ് എക്സ് ഇക്വൽ ടു 0. ഈ ഇക്വേഷന്റെ അഥവാ ഈ പോളിനോമിയലിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനാണ്. ഏതൊക്കെയാണ് സൊല്യൂഷൻ എക്സ് ഇക്വൽ ടു 2 ആൻഡ് എക്സ് ഇക്വൽ ടു 3. ഇത്രയും ചോദ്യങ്ങളാണ് പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് അഥവാ ബഹുപദങ്ങളും സമവാക്യങ്ങളും എന്ന പാഠഭാഗത്തിൽ നിന്ന് ചോദിക്കുന്നത്. സർക്കിൾസ് ആൻഡ് ലൈൻസ് വൃത്തങ്ങളും വരകളും. ഇവിടെ നമുക്ക് സർക്കിൾസും അതിൽ വരുന്ന കോഡ്സുകളുടെയും റിലേഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഇതിലെ ആദ്യത്തെ ഫിഗർ ഇവിടെ നമുക്ക് ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ഈ സർക്കിളിൽ എ ബി സി ഡി എന്ന 2 കോഡ്സ് ഉണ്ട്. എ ബി സി ഡി എന്ന ഈ 2 കോഡ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് പി എന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം എ പി ഇൻറ്റു പി ബിയും അതുപോലെ തന്നെ സി പി ഇൻറ്റു പി ഡിയും തുല്യമാണ്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ഫിഗർ ഇവിടെ നമുക്ക് ഒരു സർക്കിൾ ഉണ്ട്. എ ബി എന്നത് ഈ സർക്കിളിന്റെ ഡയമീറ്റർ അഥവാ വ്യാസമാണ്. ഈ ഡയമീറ്ററിനെ ലംബമായിട്ട് അഥവാ പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്തുകൊണ്ട് ഒരു കോഡ് സി ഡി എന്നൊരു കോഡ് വരുന്നുണ്ട്. എ ബി എന്ന ഡയമീറ്ററും സി ഡി എന്ന കോഡ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് പി. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം ഇവിടെ നമ്മൾ പറഞ്ഞു 2 കോഡ്സുകളാണെങ്കിൽ നമ്മൾ എങ്ങനെ പറഞ്ഞു എ പി ഇൻറ്റു പി ബി ഈക്വൽ ടു സി പി ഇൻറ്റു സി ഡി എന്നാണ്. അതേപോലെ ഇവിടെ എങ്ങനെ പറയാം എ പി ഇൻറ്റു പി ബി ഈക്വൽ ടു സി പി ഇൻറ്റു പി ഡി എന്ന് തന്നെ പറയാം. പക്ഷേ ഇവിടെ സി ഡി എന്ന കോഡ് വൃത്തകേന്ദ്രത്തിൽ നിന്നും വരുന്ന ഒരു പെർപെൻഡിക്കുലർ ലൈനുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ സി പി പി ഡി എന്നാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു കോഡ് വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും വന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക. അതായത് സി പിയുടെ ലെങ്ത്തും പി ഡിയുടെ ലെങ്ത്തും തുല്യമാണ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം എ പി ഇൻറ്റു പി ബി ഈക്വൽ ടു സി പി ഇൻറ്റു സി ഡി എന്ന് പറയുന്നതിന് പകരം നമുക്ക് എങ്ങനെ സി പി ഇൻറ്റു സി പി എന്ന് തന്നെ പറയാം. കാരണം സി പിയും പി ഡിയും തുല്യമാണ്. അപ്പോൾ ആദ്യത്തേത് എ പി ഇൻറ്റു പി ബി ഈക്വൽ ടു സി പി സ്ക്വയർ അല്ലെങ്കിൽ എങ്ങനെ പറയാം എ പി ഇൻറ്റു പി ബി ഈക്വൽ ടു പി ഡി സ്ക്വയർ. ഇനി മൂന്നാമത്തെ ഫിഗർ ഇവിടെ എ ബി എന്നൊരു കോഡ് ഉണ്ട്. ഈ കോഡിൽ ഒരു പോയിന്റ് ആണ് പി. ആ പോയിന്റിൽ നിന്നും വൃത്ത കേന്ദ്രത്തിലേക്ക് ഒ പി എന്നൊരു ലൈൻ വന്നിട്ടുണ്ട്. ആ ഒ എന്ന കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലേക്കുള്ള ലൈൻ എന്താണ് റേഡിയസ് അഥവാ ആരമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് ഒ പി സ്ക്വയർ ആണ്. അടുത്ത ഫിഗറും ഇതേപോലെ തന്നെയാണ്. എ ബി എന്നൊരു കോഡ് പി എന്നൊരു ഔട്ട്സൈഡ് പോയിന്റിലേക്ക് വരച്ചിട്ടുണ്ട്, നീട്ടി വരച്ചിട്ടുണ്ട്. ആ പി എന്ന പോയിന്റിൽ നിന്നും വൃത്ത കേന്ദ്രത്തിലേക്ക് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ആ കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലേക്കുള്ള ലൈൻ റേഡിയസ് അഥവാ ആരമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു ഒ പി സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ എന്ന് പറയാം. ഇവിടെ എന്തുകൊണ്ടാണ് ആർ സ്ക്വയർ മൈനസ് ഒ പി സ്ക്വയർ അതായത് ആർ സ്ക്വയർ ആദ്യം വരാനുള്ള കാരണം എന്താണ് ഇവിടെ ഒ പി എന്ന ലൈനിനേക്കാളും ലെങ്ത് കൂടുതൽ ആർ റേഡിയസ് അഥവാ ആരത്തിനാണ്. അതുകൊണ്ടാണ് ഇവിടെ ആർ സ്ക്വയർ ആദ്യം എഴുതിയത്. ഇനി ഇവിടെയോ ഇവിടെ ഒ പി സ്ക്വയർ ആണ് ആദ്യം എഴുതുന്നത്. കാരണം എന്താണ് റേഡിയസിനേക്കാൾ നീളം കൂടുതൽ ഒ പി എന്ന ലൈനിനാണ്. അതുകൊണ്ടാണ് ഒ പി സ്ക്വയർ ആദ്യവും ആർ സ്ക്വയർ രണ്ടാമതുമായിട്ട് എഴുതുന്നത്. ഇനി നാലാമത്തെ ഫിഗർ പി എന്നൊരു പോയിന്റിൽ നിന്നും വൃത്തത്തിന്റെ ഉള്ളിലേക്ക് 2 ലൈൻസ് പോയിട്ടുണ്ട്. എ ബി ഡി സി എന്ന 2 കോഡ്സും വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിന്റെ റിലേഷൻ എഴുതുക പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി.
ഇനി ആറാമത്തെ ഫിഗർ നമ്മൾ ടാൻജൻസ് എന്ന പാഠഭാഗത്തിൽ പഠിക്കുന്നതാണ്. എ ബി എന്ന കോഡ് പുറത്തെ പി എന്ന പോയിന്റിലേക്ക് നീട്ടി വരച്ചിട്ടുണ്ട്. പിയിൽ നിന്ന് സി എന്ന പോയിന്റിലേക്ക് ഒരു ടാൻജന്റ് അഥവാ തൊടുവര പി സി എന്ന വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. ഇത് നമ്മൾ ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന പാഠഭാഗത്തിൽ പഠിക്കുന്ന ഒരു ഫിഗറും അതിന്റെ റിലേഷനുമാണ്. ഇനി നമുക്ക് ഈ റിലേഷൻസ് ഒക്കെ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കാം. അഥവാ വൃത്തങ്ങളും വരകളും എന്ന പാഠഭാഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ആറെണ്ണത്തിൽ ഏതെങ്കിലും ഒരു ഫിഗർ കൂൾ ഓഫ് ടൈമിൽ തന്നെ നമ്മൾ ചോദ്യപേപ്പറിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതുമായി ബേസ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ എഴുതി വെക്കുക. അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഇക്വേഷൻസ് മറന്നു പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇത്രയും റിലേഷൻസ് 6 റിലേഷൻസ് നമ്മൾ പഠിക്കുന്നത് കൊണ്ടാണ് മറന്നു പോകാൻ സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഫിഗർ കണ്ടാൽ തന്നെ നമുക്കറിയാം ഈ ഫിഗറുമായിട്ട് ഇതിന് എന്തുണ്ട്, സാമ്യമുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ആ ഇക്വേഷൻ ഇതിനെ ബേസ് ചെയ്തുള്ള ഫോർമുല എഴുതണം. എങ്ങനെ, ഇവിടെ രണ്ട് എ ബി സി ഡി എന്ന രണ്ട് കോഡാണ്. ഈ രണ്ട് കോഡുകൾ മീറ്റ് ചെയ്യുന്ന പോയിന്റ് പി ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ റിലേഷൻ നമ്മൾ എങ്ങനെയാണ് എഴുതുക, എ പി ഇൻറ്റു പി ബി ഈക്വൽ ടു സി പി ഇൻറ്റു പി ഡി. ഇത് കൂൾ ഓഫ് ടൈമിൽ തന്നെ എഴുതി വെക്കുക, അല്ലെങ്കിൽ മറന്നു പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ എ ബി സി ഡി എന്നൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. ചില സമയങ്ങളിൽ നമ്മൾ പഠിച്ച ലെറ്റേഴ്സ് ആയിരിക്കില്ല വരുന്നത്, മറ്റേതെങ്കിലും പി ക്യു ആർ എസ് അല്ലെങ്കിൽ എക്സ് വൈ സെഡ് എന്ന ലെറ്റേഴ്സും വരാം. അങ്ങനെ വരുന്ന സമയത്തും നമ്മൾ എങ്ങനെയാണ് എ പി പി ബി അതുപോലെ സി പി ഇൻറ്റു പി ഡി ഇങ്ങനെ വേണം എഴുതാം. ഇനി നമുക്ക് തന്നിട്ടുള്ള എന്തൊക്കെയാണ്, ഇൻ ദ ഫിഗർ പി എ ഈക്വൽ ടു 6 സെന്റിമീറ്റർ, പി എ 6 സെന്റിമീറ്റർ ആണ്, പി ബി 2 സെന്റിമീറ്റർ ആണ്, പി ഡി 3 സെന്റിമീറ്റർ ആണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് പി സി, പി സിയുടെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇതിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, പി എ തന്നിട്ടുണ്ട്, അതായത് എ പി തന്നിട്ടുണ്ട്. ഇനി പി ബി തന്നിട്ടുണ്ട് 2 സെന്റിമീറ്റർ ആണ്. സി പി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, സി പി ഓർ പി സി. ഇനി പി ഡിയും നമുക്ക് തന്നിട്ടുണ്ട് 3 സെന്റിമീറ്റർ. അപ്പൊ അതിനനുസരിച്ച് നമുക്കൊന്ന് ഇക്വേഷൻ എഴുതാം, പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഇനി പി എ എത്രയാണ് തന്നിട്ടുള്ളത്, 6 സെന്റിമീറ്റർ ആണ്. പി ബി എത്രയാണ്, 2 സെന്റിമീറ്റർ ആണ്. പി സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പി ഡി എത്രയാണ് തന്നിട്ടുള്ളത്, 3. ഇനി ഇതിൽ നിന്ന് പി സി നമുക്ക് കണ്ടുപിടിക്കണം. പി സി ഈക്വൽ ടു ഈ 3 ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ 6 ഇൻറ്റു 2, ഇവിടെ ഗുണനം 3, ഇങ്ങോട്ട് വരുമ്പോൾ ഹരണം 3. 6 ഇൻറ്റു 2 എത്രയാ, 12/3 ഈക്വൽ ടു 4 സെന്റിമീറ്റർ. അപ്പോൾ പി സിയുടെ ലെങ്ത് ഓഫ് പി സി എത്രയാണ്, 4 സെന്റിമീറ്റർ. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇവിടെ ഈ ഫിഗർ കണ്ടാൽ തന്നെ നമ്മൾ ഇക്വേഷൻ എഴുതണം എന്ന് പറഞ്ഞു. ഇവിടെ എ ബി എന്നത് ഈ സർക്കിളിന്റെ ഡയമീറ്റർ അഥവാ വ്യാസമാണ്. ഡയമീറ്ററിനെ പെർപെൻഡിക്കുലർ ആയി അഥവാ ലംബമായി കട്ട് ചെയ്തിട്ടുണ്ട് ഡി സി എന്ന കോഡ് അഥവാ ഞാൻ പി എന്ന പോയിന്റ്. ഇങ്ങനെ വരുന്ന സമയത്ത് ഇക്വേഷൻ എന്താണ്, എ പി ഇൻറ്റു പി ബി ഈക്വൽ ടു പി ഡി സ്ക്വയർ. ഇനി മറ്റൊരു രീതിയിലും കൂടി ഇത് എഴുതാം, എ പി ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. ഇത് രണ്ടും എഴുതി വെക്കുക, ഏതാണ് ആവശ്യം വരിക എന്നറിയില്ല. ഇനി ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കാം. ഇൻ ദ ഫിഗർ എ ബി ഇസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ, ഈ വൃത്തത്തിന്റെ ഡയമീറ്റർ അഥവാ വ്യാസമാണ് എ ബി. ആംഗിൾ ഡി പി ബി ഈക്വൽ ടു 90 ഡിഗ്രി. ഡി പി ബി എന്ന ഈ ആംഗിൾ എത്രയാണ്, 90 ഡിഗ്രി ആണ്. ഇനി എ പി ഈക്വൽ ടു 3 സെന്റിമീറ്റർ, പി ബി ഈക്വൽ ടു 1 സെന്റിമീറ്റർ. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ആദ്യം തന്നെ ചോദിച്ചിട്ടുള്ളത് ഈ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരമാണ്. ഇവിടെ നമുക്ക് എ ബി എന്നത് ഈ സർക്കിളിന്റെ ഡയമീറ്റർ അഥവാ വ്യാസമാണെന്ന് തന്നിട്ടുണ്ട്. എ ബി എന്ന ലൈനിന്റെ എ മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് 3ഉം പി മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് 1ഉമാണ്. അപ്പോൾ എ ബി എന്ന ലൈനിന്റെ ഡിസ്റ്റൻസ് എത്രയാണ്, എ ബി ഈക്വൽ ടു 3 + 1 ഈക്വൽ ടു 4 സെന്റിമീറ്റർ ആണ് ഈ സർക്കിളിന്റെ ഡയമീറ്റർ. നമുക്കറിയാം ഒരു സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരം എന്നത് ഡയമീറ്ററിന്റെ പകുതിയാണ്. അതായത് എ ബി എന്ന ലൈനിന്റെ പകുതിയാണ്. ഇവിടെ എ ബി 4 സെന്റിമീറ്റർ ആണ്. 4 സെന്റിമീറ്ററിന്റെ പകുതി എത്രയാണ്, 2 സെന്റിമീറ്റർ. അപ്പോൾ ഈ സർക്കിളിന്റെ റേഡിയസ് എത്രയാണ്, 2 സെന്റിമീറ്റർ ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് പി ഡി. അത് നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എ പിയും പി ബിയും നമുക്ക് തന്നിട്ടുണ്ട്. എ പി 3 ആണെന്നും തന്നിട്ടുണ്ട്, പി ബി 1 ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് പി ഡി കണ്ടുപിടിച്ചൂടെ. അപ്പൊ നമ്മൾ ആ ഇക്വേഷൻ എടുത്ത് എഴുതുകയാണ്, എ പി ഇൻറ്റു പി ബി ഈക്വൽ ടു പി ഡി സ്ക്വയർ. എ പി എത്രയാണ്, 3 ഇൻറ്റു പി ബി 1 ഈക്വൽ ടു പി ഡി സ്ക്വയർ. 3 ഇൻറ്റു 1 3 ഈക്വൽ ടു പി ഡി സ്ക്വയർ. ഇനി ഈ സ്ക്വയർ ഈ സൈഡിലേക്ക് വന്നാൽ പി ഡി ഈക്വൽ ടു √3 സെന്റിമീറ്റർ. അപ്പോൾ പി ഡിയുടെ ലെങ്ത് എത്രയാണ്, √3 സെന്റിമീറ്റർ ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഇവിടെ ഈ ഫിഗർ ഈ മൂന്നാമത്തെ ഫിഗറുമായിട്ട് റിലേറ്റഡ് അല്ലേ. ഇവിടെയും ഒരു കോഡ്
നമുക്ക് എ ബി എന്ന് തന്നെ പേര് കൊടുക്കാം. എ ബി എന്നൊരു കോഡ് ഉണ്ട്. അതിന് പി എന്ന പോയിന്റിൽ നിന്നും വൃത്തകേന്ദ്രത്തിലേക്ക് ഒരു ലൈൻ പോയിട്ടുണ്ട്, ഒ പി. ഈ ഫിഗർ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇക്വേഷൻ എഴുതണം. ഇക്വേഷൻ എന്താണ്? എ പി ഇൻറ്റു പി ബി ഈക്വൽ ടു ഈ സെന്ററിൽ നിന്നും വൃത്തത്തിലേക്കുള്ള ലൈനാണ് ആർ അഥവാ റേഡിയസ് അഥവാ ഈ സർക്കിളിന്റെ ആരം. അപ്പൊ എ പി ഇൻറ്റു പി ബി എന്നതിന് നമ്മൾ എങ്ങനെയാ എഴുതുക? ഇവിടെ ഒ പി എന്ന ലൈനാണ് റേഡിയസിനേക്കാളും കുറവ്. അപ്പൊ നമ്മൾ ആദ്യം എഴുതുക റേഡിയസ് ആണ്, ആർ സ്ക്വയർ മൈനസ് ഒ പി സ്ക്വയർ. കാരണം എന്താണ്? റേഡിയസിന്റെ ലെങ്ത് ആണ് കൂടുതൽ, ഒ പി എന്താണ് കുറവാണ്. കാരണം ഒ എന്ന കേന്ദ്രത്തിൽ നിന്നും ഈ ലൈന് വരെയുള്ള ഒ പിയുടെ നീളം. പക്ഷെ ഒ എന്ന കേന്ദ്രത്തിൽ നിന്നും വൃത്തം വരെ എന്തുണ്ട്? റേഡിയസ് ഉണ്ട്. അതുകൊണ്ട് റേഡിയസ് ആണ് വലുത്. അതുകൊണ്ടാണ് നമ്മൾ ആർ സ്ക്വയർ ആദ്യവും മൈനസ് ഒ പി സ്ക്വയർ എന്ന് എഴുതിയത്. അപ്പൊ ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ. നമ്മൾ അതുപോലെ എഴുതി. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? ഈ സർക്കിളിന്റെ റേഡിയസ്, അതായത് ഈ ആർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ പി നമുക്ക് തന്നിട്ടുണ്ട് 3, പി ബി നമുക്ക് തന്നിട്ടുണ്ട് 1, ആർ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്, മൈനസ് ഒ പി നമുക്ക് തന്നിട്ടുണ്ട് 2 സ്ക്വയർ എന്ന് എഴുതി. ഇനി ഇതിൽ നിന്ന് നമുക്ക് ആർ സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പൊ ആർ സ്ക്വയറിനെ മാത്രം ഒരു സൈഡിൽ നിർത്തി 3 ഇൻറ്റു 1, ഈ മൈനസ് 2 സ്ക്വയർ ഈ സൈഡിലേക്ക് വരുമ്പോൾ പ്ലസ് 2 സ്ക്വയർ. ഇനി 3 ഇൻറ്റു 1 എത്രയാണ്? 3 പ്ലസ് 2ന്റെ സ്ക്വയർ എത്രയാണ്? 4. അപ്പോൾ 3 പ്ലസ് 4 7. അതായത് ആർ സ്ക്വയർ എന്നത് എത്രയാണ്? 7 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേഡിയസ് ആണ്. ഈ സ്ക്വയർ ഈ സൈഡിലേക്ക് പോയാൽ √7 സെന്റിമീറ്റർ ആണ് ഈ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരം. ഇനി 4ാമത്തെ ചോദ്യം. ആദ്യം തന്നെ നമുക്ക് ഈ ഫിഗറിനനുസരിച്ച് നമ്മൾ പഠിച്ച ഇക്വേഷൻസ് എഴുതാം. ഇവിടെ പി സി, ഇവിടെ ആദ്യം തന്നെ ബി സി എന്നൊരു കോഡും ക്യു ആർ എന്നൊരു കോഡും ഉണ്ട്. ഈ രണ്ട് കോഡിനെയും പുറത്തേക്ക് പി എന്ന പോയിന്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഫിഗറിനെ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താണ്? പി ബി ഇൻറ്റു പി സി ഈക്വൽ ടു പി ക്യു ഇൻറ്റു പി ആർ. ഇനി ആദ്യം ഈ ലൈൻ എടുക്കണം. ഈ ലൈനും നമുക്ക് പി എ എന്ന ലൈനും എടുക്കാം. ഇവിടെ ക്യു ആർ എന്നൊരു കോഡിൽ നിന്നും പി എന്ന പോയിന്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ആ പി എന്ന പോയിന്റിൽ നിന്നും പി എ എന്നൊരു ടാൻജന്റ് അഥവാ തൊടുവര വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇക്വേഷൻ എഴുതുക? പി ക്യു ഇൻറ്റു പി ആർ ഈക്വൽ ടു പി എ സ്ക്വയർ. ഇനി 3ാമത്തെ ഇക്വേഷൻ, പി സി എന്ന ഈ ലൈനും പി എ എന്ന ലൈനും എടുത്തിട്ട്, അതായത് അതെങ്ങനെ എഴുതുക? സി ബി സി എന്നൊരു കോഡിനെ പി എന്ന പോയിന്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ആ പി എന്ന പോയിന്റിൽ നിന്നും പി എ എന്നൊരു ടാൻജന്റ് അഥവാ തൊടുവര വന്നിട്ടുണ്ട്. അതിന് നമുക്ക് പി ബി ഇൻറ്റു പി സി ഈക്വൽ ടു പി എ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ ഇത്രയും ഇക്വേഷൻസ് ആണ് നമ്മൾ ഈ ഫിഗർ വെച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ഇൻ ദ ഫിഗർ പി എ ഈസ് എ ടാൻജന്റ്, കോഡ്സ് സി ബി ആൻഡ് ആർ ക്യു ആർ എക്സ്റ്റെൻഡഡ് ടു മീറ്റ് അറ്റ് പി. ബി സി ഈക്വൽ ടു 5 സെന്റിമീറ്റർ. ഈ ബി സി എത്രയാ? 5 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. പി ബി എത്രയാ? 4 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് പി സി? പി സിയുടെ ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. സി മുതൽ ബി വരെയുള്ള നീളം 5ഉം ബി മുതൽ പി വരെയുള്ള നീളം 4ഉം ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പി സിയുടെ ലെങ്ത് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 4ഉം 5ഉം കൂട്ടിയാൽ 9. 2ാമത്തെ ചോദ്യം, വാട്ട് ഈസ് പി ക്യു ഇൻറ്റു പി ആർ? പി ക്യു ഇൻറ്റു പി ആർ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. പി ക്യു ഇൻറ്റു പി ആർ ആണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. പി ബി നമുക്ക് തന്നിട്ടുണ്ട് 4 ആണ്. പി സി ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു 9 ആണ്. അപ്പൊ 4 ഇൻറ്റു 9 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി ക്യു ഇൻറ്റു പി ആർ കിട്ടില്ലേ? അതാണ് നമ്മൾ ഇക്വേഷൻ എഴുതി വെച്ചതിന്റെ ഗുണം. പി ക്യു ഇൻറ്റു പി ആർ ഈക്വൽ ടു പി ബി ഇൻറ്റു പി സി. അപ്പൊ പി ക്യു ഇൻറ്റു പി ആർ കണ്ടുപിടിക്കാൻ പി ബി എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 4 ആണ്. പി സി നമ്മൾ കണ്ടുപിടിച്ചു 9. 4 ഇൻറ്റു 9 എത്രയാ? 36 സെന്റിമീറ്റർ. ഇനി 3ാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് പി എ. അതിന് നമുക്ക് 2ാമത്തെ ഇക്വേഷൻ ഉപയോഗിച്ചൂടെ? കാരണം പി ക്യു ഇൻറ്റു പി ആർ 36 സെന്റിമീറ്റർ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് പി എ ആണ്. അപ്പൊ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിച്ചൂടെ? പി എ സ്ക്വയർ ഈക്വൽ ടു പി ക്യു ഇൻറ്റു പി ആർ. പി എ സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പി ക്യു ഇൻറ്റു പി ആർ 36 ആണ്. ഇനി പി എ ഈക്വൽ ടു അപ്പൊ എന്ത് വരും? സ്ക്വയർ ഈ സൈഡിലേക്ക് പോയാൽ √36. 36ന്റെ റൂട്ട് 6 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻസ് ആദ്യമേ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഉത്തരം എഴുതാനായിട്ട് സാധിക്കും.